ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബീഡ് വർക്ക്സ് ആണ് കാണിക്കുന്നത്. 3 ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ബീഡ് വർക്ക്സ് ആണ്. ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് കാണിക്കാം. ഇതുപോലെ എത്ര ഡിസ്റ്റൻസിലാണോ സ്റ്റിച്ച് വേണ്ടത് അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പം പ്രീവിയസ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഹോളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് 2 രീതിയിലുള്ള ബീഡ് വർക്ക്സ് ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന ത്രെഡും അതുപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ബീഡ്സ് മാത്രമല്ല, നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഷുഗർ ബീഡ്സ് ആണെങ്കിലും കട്ട് ബീഡ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചതുപോലെ തന്നെ സെയിം മെത്തേഡിലാണ് ഈ ഒരു ബീഡ് വർക്കും ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ബീഡ്സ് ആഡ് ചെയ്യുന്നു എന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ഈ ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ഓരോ സ്റ്റിച്ചിലും ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഇപ്പോൾ 2 ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ചിൽ 2 ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഈ സെയിം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അടുത്ത് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു രീതിയിലുള്ള ബീഡ് വർക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം 3 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ബീഡിൻ്റെ ബാക്കിലേക്ക് നീഡിൽ താഴെ നിന്ന് കൊണ്ടുവന്നിട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല, 2 ബീഡ്സ് ആണെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ 3ൽ കൂടുതൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി ഒക്കെ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യം ചെയ്ത രീതിയേക്കാളും നമുക്ക് കുറച്ചും കൂടെ ബീഡ്സ് അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അവസാനത്തെ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അടുത്ത സെറ്റ് ബീഡ്സുമായിട്ട് ഗ്യാപ്പ് വരുന്നില്ല. ആദ്യത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ചെയ്യുന്നത് കൗച്ചിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. കൗച്ചിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ 2 കളറ് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 2 കളറ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ചെയ്യണം. ബീഡ് വർക്കിലാണെങ്കിൽ ബീഡ്സ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ അടുത്ത ഒരു കളറും കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ താഴെ നിന്ന് നീഡിലെടുത്തിട്ട് മുകളിൽ കൂടെ വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്ത ആ ഒരു ത്രെഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്.
ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബീഡ് വർക്ക് ചെയ്യാനും നല്ല എളുപ്പമാണ്. ഇതുപോലെ എത്ര ബീഡ്സാണ് വേണ്ടത് അത്രയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്താൽ മതി. ഇത് 2 ബീഡ്സ് അല്ലെങ്കിൽ എത്ര ബീഡ്സ് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം 2 ബീഡ്സാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇതിൽ 4 ബീഡ്സ് യൂസ് ചെയ്തിട്ട് സെയിം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 4 ബീഡ്സ് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന്, അതായത് 2 ബീഡ്സ് കഴിയുമ്പോൾ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അനുസരിച്ചാണ് ബീഡ്സിൻ്റെ കൗണ്ടും ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചിൽ എത്ര ബീഡ്സ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കേർവ് ഷേപ്പൊക്കെ ചെയ്യുമ്പോൾ 2 ബീഡ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ബീഡ് വർക്ക്, അതായത് ബാക്ക് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഉള്ള പോലെ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ നിന്ന് നീഡിലെടുത്തിട്ടാണല്ലോ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ചെയ്ത പോലെ ഈ അവസാനത്തെ ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുത്തിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അടുത്ത സെറ്റ് ബീഡ് വരുമ്പം ഇതിനോട് അടുപ്പിച്ച് വരും. അങ്ങനെ ചെയ്യണമെന്നില്ല, അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പം അങ്ങനെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ അവസാനത്തെ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ നീഡിലെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഗ്യാപ്പില്ലാതെ അടുത്ത സെറ്റ് ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിക്കാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ബീഡ് വർക്ക് ചെയ്യാനായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് എടുക്കുന്നത്. സാധാരണ ഇതിനു മുമ്പ് ചെയ്ത 2 സ്റ്റിച്ചിലെടുത്ത പോലെ സാധാരണ നൂലല്ല എടുക്കുന്നത്, ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. ആദ്യം നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് അതിൽ ഒരു ബീഡ് എടുക്കണം, എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിലേക്ക് ആ ബീഡ് കൊടുക്കണം. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ കൊടുക്കാം. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ഒരു ബീഡ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബീഡ് എടുക്കണം. അപ്പോൾ ആ ഒരു ബീഡ് റൈറ്റ് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ് വർക്കാണിത്. സാധാരണ ബീഡ് വർക്കിനേക്കാളും ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് ആ ഒരു ത്രെഡും കൂടെ ഇടയ്ക്ക് കാണുന്നത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും ഇത് ചുരിദാറിലൊക്കെ ചെയ്താൽ. ആദ്യം ഈ ഒരു ത്രെഡിലേക്ക് ബീഡ് എടുത്തതിന് ശേഷമാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് അടുത്തൊരു സ്റ്റിച്ചും ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണം, അതിന് ശേഷമാണ് ബീഡ്സ് ആഡ് ചെയ്യുന്നത്.
ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ 6 ബീഡ്സ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് 8 ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം അടുത്ത ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു 6 ബീഡ്സ് ചെയിൻ സ്റ്റിച്ചിൻ്റെ 2 സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അടുത്തൊരു ചെയിൻ സ്റ്റിച്ച് ബീഡ്സ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്നിടവിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൽ മാത്രമാണ് ബീഡ്സ് കൊടുക്കുന്നത്. ബീഡ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചെയിൻ സ്റ്റിച്ചിന് എത്ര ഡിസ്റ്റൻസ് ആണ് വരുന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ബീഡ്സ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് താഴേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ബീഡ്സിൻ്റെ ഒരു റിങ് വരും. അപ്പോൾ ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ താഴെ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ലെങ്ത്ത് കറക്റ്റായിട്ട് വന്നോളും. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബീഡ്സ് കൊടുത്തിരിക്കുന്നിടത്ത് നമുക്ക് സെൻറ്ററിൽ ഓരോ ബീഡ്സും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത് നിർബന്ധമില്ല, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ത്രെഡൊന്നും എടുക്കുന്നില്ല. ഇത് തന്നെ താഴേക്ക് കൊണ്ടുപോയിട്ട് ഓരോ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് നീഡിൽ താഴെ നിന്ന് എടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് താഴെ വരെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത് 3 എണ്ണത്തിന് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, സെൻറ്ററിൽ ബീഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ചുരിദാറിൽ ചെയ്യുമ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെക്കാതെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഓരോന്ന് ഇടകലർത്തിയിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാം. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സെയിം സ്റ്റിച്ച് തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ്. കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിൽ 2 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബീഡ്സ് 8 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് ഫുള്ള് ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ ബീഡ് വെച്ചതിന് ശേഷം സൈഡിൽ ഓരോ സൈഡിലും 4 ബീഡ്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 2 ബീഡ്സിൻ്റെ ഇടയിൽ ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചിൽ ചെയ്ത പോലെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു 4 ബീഡ്സിനെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ 4 ബീഡ്സ് ഈ ഒരു സെൻറ്ററിലെ ബീഡിൻ്റെ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 3 ബീഡ്സ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും 3 ബീഡ്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് അടുത്തത് ചെയ്യുന്നത്.
ഇതിൽ ബീഡ്സ് മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധാരണ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന നൂലാണെങ്കിലും യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചെയിൻ സ്റ്റിച്ച് വരുന്നില്ലാത്തത് കൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഒരു സെറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ബീഡ്സ് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം വീണ്ടും 2-3 ചെയിൻ സ്റ്റിച്ച് എത്രയാണ് വേണ്ടത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തതിൻ്റെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയതിൻ്റെ സെയിം പോയിന്റിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേണം ചെയിൻ സ്റ്റിച്ചിനുള്ള സ്റ്റിച്ച് ചെയ്യാൻ. അതല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ച് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആകാതെ വരും. ഇതുപോലെ ഫുള്ള് ചെയ്തതിന് ശേഷം ഈ സെൻറ്ററിലെ ബീഡ് വയ്ക്കുന്നതിൻ്റെ കൂടെ ഇവിടെ ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്ത് അതും ഫിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിലെ ബീഡും പിന്നെ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഫിക്സ് ചെയ്യുന്നതും ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത സ്റ്റിച്ച് നമ്മളിതുപോലെ ഓരോ സ്റ്റിച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യണം. അതിന് ശേഷം സെൻറ്ററിലെ ബീഡ് വയ്ക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു സ്റ്റിച്ചായിട്ട് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ബീഡ്സ് കൊടുത്തിട്ട് വീണ്ടും ഒരെണ്ണം ചെയ്ത് വീണ്ടും സ്ട്രെയിറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇതുപോലെ ഒന്നിൽ കൂടുതൽ അടുപ്പിച്ച് വരുമ്പോഴാണ് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഏതെങ്കിലും സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്ത് പിന്നെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു പോകാം. ഈ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ഡിസൈൻസ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.